എനിക്ക് ജോലി കിട്ടിയേട്ടാ. അതെ, അൽഹംദുലില്ലാ, പടച്ചോൻ കാത്ത്. എവിടെ? SWTDയിലാണ്, ജലഗതാഗത വകുപ്പില്ലേ, റാങ്ക് ലിസ്റ്റിലുണ്ടായല്ല. അതിപ്പോ ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞിട്ട് വിളിച്ചു, 4 ദിവസം കഴിയുമ്പോ ജോയിൻ ചെയ്യണം. അതെ, രക്ഷപ്പെട്ടു പടച്ചോൻ കാത്ത്. അപ്പൊ ഇത്തവണ പോണില്ല അല്ലേ? ഒക്കെ റെഡി ആയതാണ്, പിന്നെ അവസാനം ഇപ്പൊ കിട്ടിയില്ല. ഞാനേ ഇപ്പൊ ഈ 3-4 ദിവസം കഴിയുമ്പോ ജോയിൻ ചെയ്യണമല്ല. അപ്പൊ ഈ വെറുതെ നടന്നപ്പോ ഒരു ചെറിയ അല്ലറ ബാധ്യതയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അവരൊക്കെ ചോദിക്കണ്, ആകെ പ്രശ്നം. ശമ്പളം കിട്ടി അങ്ങനെ തരാ പറയണോ? പറഞ്ഞേ, പക്ഷെ അത് കേൾക്കണ്ടേ. പക്ഷെ ഇതൊക്കെ കൊടുത്തൊന്ന് സമാധാനമൊക്കെ ഫ്രഷ് ആയിട്ട് പോയാലേ ഓരോരുത്ത് കടം കൂടിയാൽ മതിയല്ല. അപ്പൊ അതിനൊരു 1 ലക്ഷം രൂപ ഞാനൊന്ന് ആരോടെങ്കിലും ഒന്ന് തിരിമറിക്കാൻ അന്വേഷിച്ച് കിടക്കായിരുന്നു. പക്ഷെ ഇപ്പൊ ചോദിച്ചവരൊക്കെ മുടക്കാ പറയണത്. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയിലാണ്. ഒരു വണ്ടി ഒന്ന് മാറ്റണം, ഇച്ചിരി സെറ്റപ്പ് ആയിട്ടൊക്കെ വേണം ചെല്ലാനേ. അല്ലെങ്കിൽ മറ്റുള്ളവര് നമ്മളെ വില വെക്കൂല. അതൊക്കെ ശരിയാ. ഇപ്പൊ ഈ ഹജ്ജിന് ഇനി അടുത്ത കൊല്ലല്ലേ പോവുള്ളൂ. ഇനിയിപ്പൊ അടുത്ത കൊല്ലം പോണം എങ്ങനെയെങ്കിലും കിട്ടണം. പടച്ചോൻ കാത്തൊന്ന് കിട്ടിയാ മതി. അപ്പൊ അതിന് വെച്ചാണ് ഫണ്ടൊന്ന് സഹായിക്കാൻ പറ്റുമെങ്കിൽ ഞാനൊരു 5 മാസം കൊണ്ട് തിരിച്ചറിയ 20 രൂപ വെച്ച് തരാറുണ്ട് മാസം. പുറത്താരോടും ചോദിക്കണ്ടല്ലോ. അതിപ്പോ എന്നൊക്കെ എനിക്ക് തരാൻ പറ്റാ? എനിക്ക് നാളെ കിട്ടിയ നാളെ, ഇന്ന് കിട്ടിയ നാളെ. ഇപ്പൊ എന്നാ എനിക്ക് തിരിച്ചറിയാൻ പറ്റാ? തിരിച്ചറിയാൻ പറ്റില്ല. നീയല്ലല്ലോ, ഞാനല്ലേ വാങ്ങണത്. എനിക്കൊരു ജോലി ഉള്ളതുകൊണ്ടാണ് ഞാൻ ചോദിക്കണത്. നിന്റെ പോലെ വെറുതെ വീഡിയോത്ത് ചണക്ക് വെച്ചിരിക്കല്ല ഞാൻ. ഇതിപ്പോ 10-60,000 രൂപ വെച്ച് മാസം കിട്ടുമല്ലോ. അപ്പൊ അതിൽ നിന്ന് ഒരു 20 രൂപ വെച്ച് 5 മാസം തന്നാ കടം തീർന്നില്ലേ? ഞാൻ ശമ്പളം കിട്ടുന്ന വഴി കോയക്കട വീടിന് മുമ്പിൽ വന്നത് തന്നിട്ടല്ലേ വീട്ടിലോട്ട് പോകും. ഞാൻ തരാം. എന്നാ ഇപ്പൊ ഞാൻ അതിനായിട്ട് വേറെ സൂറന്റെ കുട്ടിയല്ലേ? അതെ, എനിക്ക് പുറത്താരോടും തലമാന്തണ്ടല്ലോ. നല്ലൊരു കാര്യത്തിന് അച്ഛന്റെ സുഹൃത്തുല്ലേ. അതെ, എന്നാ ശരി, എന്നാ അങ്ങോട്ട് വന്നാ ഞാൻ വന്നേക്കാം. ഞാൻ തരണ്ട്. സ്വരൂപേ വേണ്ട കേട്ടാ, കോയക്ക തന്നോളൂ, മറ്റുള്ളവരോട് ചോദിക്കണ്ട. ഞാൻ തരാം. ഒരു വലിയ കാര്യം നടന്നു. നീ എന്താ ഇതിന്റെ ഇടയ്ക്ക് ഇളക്കണത്? നമ്മ കടം മേടിച്ചിട്ട് ആർക്കും തിരിച്ചു. നമ്മ കടം എന്ന് പറഞ്ഞാൽ അതെന്റെ അച്ഛന്റെ കൂട്ടുകാരൻ, എനിക്ക് അവകാശപ്പെട്ടതാണ്. അതാണ് പുള്ളി തരാന്ന് പറഞ്ഞത്. ദൂരം മക്കയില് പോകേണ്ട ആളാണ്. മക്കയിലൊക്കെ പോകും. ഞാൻ ആലോചിച്ച് നോക്കാണേ, ഓനക്ക് ജോലി കിട്ടിയ സമയത്ത് വാങ്ങിയ കായ. അത് കഴിഞ്ഞ ഓന്റെ കല്യാണവും കഴിഞ്ഞ് ഇപ്പൊ ഓന്റെ ഭാര്യ ഗർഭിണിയായി. ഇപ്പോഴും എന്റെ കഴിയിട്ടില്ല. അല്ല, ഇനിയിപ്പോ കിട്ടിയിട്ടും കാര്യമില്ല. കായൊക്കെ കൊടുത്ത് ഏൽപ്പിക്കേണ്ട സമയം കഴിഞ്ഞെന്റെ സുഹൃത. അടുത്ത കൊണ്ടെങ്കിലും ഹജ്ജിന് പോകാൻ പറ്റുമോ? അവന് ലക്ഷ്മീനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിരിക്കുകയാണേ. വന്നിട്ട് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. അല്ല ഇപ്പൊ എന്താ ചെയ്യാ?